ഇവൾക്ക് എന്താടാ വട്ടായോ? എനിക്ക് ആ സംശയം ഇല്ലാതില്ല. കൊറേ നേരമായി ഈ കോപ്രായം കാട്ടില് തുടങ്ങിയിട്ട്. നന്ദുട്ടി, നിനക്കെന്താടി വട്ടായോ? നീ എന്തെങ്കിലും ഒറ്റയ്ക്ക് ചിരിക്കുന്നെ? എനിക്ക് വട്ടൊന്നും ആയിട്ടില്ല. ഞാനുണ്ടല്ലോ വല്യേട്ടനെ കാര്യം ഓർത്ത് ചിരിക്കുമായിരുന്നു. ഈ വല്യേട്ടനെ കൊണ്ട് ഇങ്ങനെ ഓർത്ത് ചിരിക്കാൻ മാത്രം എന്ത് കാര്യം? ഞങ്ങളോട് കയറിപ്പേര, എന്നാൽ ഞങ്ങൾക്കും ചിരിക്കാലോ. അതുണ്ടല്ലോ, ഈ വല്യേട്ടനില്ലേ ഇന്നലെ. വല്യേട്ടൻ ഇന്നലെ? അതൊന്നുമില്ല. നീ ഇപ്പോ എന്താ പറയാമെന്നല്ലോ. അതൊന്നുമില്ല, നിങ്ങളോട് പറയാൻ പറ്റില്ല. എന്താ ഞങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യോ? അതങ്ങനെയാ. അല്ല, ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞോ? ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ആയി. അതിന് നീ ഇവിടെ ഒന്നും അല്ലായിരുന്നല്ലോ. ആണോ? ഞാനിന്ന് വല്യേട്ടനെ കണ്ടിട്ട് വരാം. എന്നോടൊരു ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡാച്ചു, ഞാൻ പറഞ്ഞില്ലേ, ഈ പെണ്ണിപ്പോ പഴയ പോലെ അല്ലെന്നേ. എങ്ങനെ നടന്നിരുന്ന പെണ്ണ ഇപ്പൊ റീലേ പോയ കണക്കാ. എനിക്ക് തോന്നുന്നത് അവൾക്ക് ആ ചാക്കോമാഷിനോട് എന്തോ ഒരു ഇതില്ലേ. നീ എന്താ പറഞ്ഞിരുന്നേ? അവൾക്ക് സാറിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്നോ? ഒന്ന് പോടാ, കളി പറയാതെ. ചാരു, പണ്ടത്തെ അവളെയും ഇപ്പത്തെ അവളെയും നീ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ശരിയാണ്. ഈ പ്രേമരോഗം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് തുടങ്ങിയാലുള്ളവരുടെ ലക്ഷണം ഇപ്പൊ അവളിൽ കാണുന്ന. ഏയ്, അതായിരിക്കും. പിന്നെ ഇത്രയും കാലം വല്യേട്ടനെന്ന് പറഞ്ഞ ആളോട് പ്രേമം തോന്നൂ? നീ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെയുള്ള ഒരാളോട് പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും തോന്നില്ല. ഒരു പക്ഷേ ആദ്യം മുതലേ അവൾക്ക് അങ്ങേരെ ഇഷ്ടമായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അത് നമ്മളോട് പറയാതിരിക്കോ? എനിക്ക് തോന്നുന്ന ചിലപ്പോ അവൾക്ക് തന്നെ അത് മനസ്സിലായി കാണില്ല. എന്തോന്ന്? നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ചിൽ പഠിക്കുന്ന അശ്വതി എന്ന് പറഞ്ഞവള് സാറിന്റെ പുറകെ ഇഷ്ടാണെന്ന് പറഞ്ഞ് നടന്നില്ലായിരുന്നോ? അതെ. അതറിഞ്ഞ ഇവള് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേ. അയ്യോ, അവൾ ഈ കോളേജ് തലക്കിയായി മറിച്ചില്ലേ എന്നുള്ളൂ. അവൾക്കിട്ട് നല്ല 8ന്റെ പണി കൊടുത്ത് ഈ കോളേജിൽ നിന്ന് തന്നെ നാട് കടത്തിയില്ലേ. അതും പോട്ടെ, നീ അടക്കം ഈ കോളേജിലുള്ള സകല പെൺപിള്ളാരും സാറിന് വായി നോക്കിയിട്ടില്ലേ? എന്നിട്ട് ആരെങ്കിലും അത് സാറിനോട് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാ? അത് ഇവളെ പേടിച്ചിട്ട്. സാറിനെ വായി നോക്കുന്നവരൊക്കെ തിരഞ്ഞു കണ്ടുപിടിച്ച് പണി കൊടുക്കാറല്ലേ ഇവള്. യെസ്, അത് തന്നെ. അതിനർത്ഥം എന്താ? സാർ അവളുടെ മാത്രം പ്രോപ്പർട്ടി ആണെന്നുള്ള വിചാരം. അവൾക്കപ്പം സാറിനോട് പൊസസീവ്നെസ് ആയിരുന്നല്ലേ? ഒരു ഏട്ടനോട് പോലുള്ള ഇഷ്ടമാണ് അവൾക്ക് സാറിനോടെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങനെയൊന്നും കാണിക്കില്ല. ശരിയാ, പക്ഷേ ഇതൊക്കെ സാറിനോടുള്ള പ്രേമം കൊണ്ടാണെന്ന് എങ്ങനെ ഉറപ്പിക്കും? അതിനല്ലേ മുത്തേ ചേട്ടൻ ഇവിടെ. അവളുടെ വായിൽ നിന്ന് തന്നെ ഇതൊക്കെ ഞാൻ പറയിപ്പിക്കും. നടന്നാ മതി, അല്ലെങ്കിൽ അന്നാളത്തെ മതി നിന്റെ കവിള പുകയും. അല്ല, പ്രേമൊന്നുമില്ലാതെ നിനക്കൊക്കെ ഇതെങ്ങനെ അറിയാം? അതിനാര് പറഞ്ഞില്ലെന്ന്? അപ്പൊ നിനക്കുണ്ടോ? അവള് വരുന്നുണ്ട്. ചാരു, നീ അറിഞ്ഞോ? നമ്മുടെ പുതിയതായിട്ട് വന്നുള്ള സോന മിസ് അല്ലേ? മിസ്സും നമ്മുടെ അനന്തമാഷും തമ്മില് എന്തോ ഉണ്ടെന്ന് കുട്ടികളുടെ ഇടയില് ഒരു സംസാരമുണ്ട്. അതേടാ, ഞാനും അങ്ങനെ കേട്ടു. അതൊക്കെ ഉള്ളതാണോ? സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷേ അവര് തമ്മില് നല്ല മാച്ച് അല്ലേ? എന്താ എന്താ നീ ഇപ്പൊ പറഞ്ഞേ? വല്യേട്ടനെ പറ്റി ഇങ്ങനെ ഒരു അനാവശ്യം പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? അതിന് ഞാനെന്ത് അനാവശ്യം പറഞ്ഞെന്നാ? വല്യേട്ടനും ആ ടീച്ചറും ചേർത്ത് നീ ഇപ്പൊ പറഞ്ഞതോ? ഇവിടെ അങ്ങനെ ഒരു കരക്കമ്പി കേട്ടു, അതാ ഞാൻ പറഞ്ഞേ. ഇനിയിപ്പോ അത് സത്യമാണെങ്കിലും എന്താ കുഴപ്പം? നീയും സാറും ഏതായാലും സെറ്റ് ആവാൻ പോകുന്നില്ല. നിനക്കങ്ങേര് വല്യേട്ടനല്ലേ? നിന്റെ വല്യേട്ടന്റെ ജീവൻ രക്ഷിക്കാനല്ലേ നീ അങ്ങനെ വിവാഹം കഴിച്ച്, അല്ലാതെ അതിലുമപ്പുറം ഒന്നുമില്ലല്ലോ. ഇനി മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തില് നിനക്കൊരു കൂട്ട് വേണ്ടേ? നിന്നെ സ്നേഹിക്കും മനസ്സിലാക്കുന്ന ഒരാള്. അങ്ങനെ ഈ ഗൗരിനന്ദയുടെ ജീവിതത്തിൽ ആരും വേണ്ട. ഓക്കെ, നിനക്ക് വേണ്ടി വരില്ല,
പക്ഷെ സാറിനോ? നിന്റെ പ്രായമല്ലല്ലോ സാറിന്. ഇപ്പൊ തന്നെ 10-32 വയസ്സായി. ഒരു കുടുംബവും കുട്ടികളൊക്കെ ആയി ജീവിക്കേണ്ട പ്രായം. സാറിനും കാണില്ലേ അങ്ങനെ ആഗ്രഹം? അതൊക്കെ പോട്ടെ, സാർ ഒരാണല്ലേ, ഈ വികാരം വിചാരങ്ങളൊക്കെ കാണില്ലേ? എത്രയെന്ന് വെച്ചാ ആ മനുഷ്യനെല്ലാം നിയന്ത്രിക്കുന്നേ. അപ്പോ ആളുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അതിനാണെങ്കിൽ കൂടി സാറ് വേറൊരുത്തിയെ തേടി പോവില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അടുത്തുനിന്ന് ഒന്നും കിട്ടില്ലെങ്കിൽ ഉറപ്പായ അങ്ങേര് വേറൊരുത്തിയെ തേടി പോകും. നിർത്തടാ. എന്താണ് നീ എന്റെ വല്യേട്ടനെ പറ്റി പറഞ്ഞ്? നിനക്കൊക്കെ ആ മനുഷ്യന്റെ പേര് പറയാനുള്ള യോഗ്യതയില്ല. നീയൊക്കെ ആയിരിക്കും കെട്ടി ഒരുത്തിയെ കൂടെ കൂട്ടിയിട്ട് വേറെ ഒരുത്തിയുടെ ചൂടും തേടി പോകുന്നത്. ആ കൂട്ടത്തിൽ എന്റെ വല്യേട്ടനെ കൂട്ടിയാലുണ്ടല്ലോ, ഈ ജന്മം ഈ ഗൗരിനന്ദക്ക് മാത്രമേ അവകാശമുള്ളൂ. വല്യേട്ടൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഗൗരിയുടെ കൂടെ മാത്രമായിരിക്കും. ഒരുത്തിക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. എന്റെയാ, എന്റെ പ്രാണന. ഗൗരി ജീവനോടെ ഇരിക്കുമ്പോ വല്യേട്ടൻ ഒരുത്തിയുടെ പുറകെയും ചൂട് തേടി പോകില്ല. ഞാനുണ്ട് എന്റെ വല്യേട്ടന് പ്രണയിക്കാനും കൂടെ ജീവിക്കാൻ. നീ ഇപ്പോ എന്തൊക്കെയാ നന്ദുട്ടി പറഞ്ഞ്? ഉം? ഹ? ഞാൻ- ഞാൻ- നന്ദുട്ടി റിലാക്സ്. നിന്നെ നോവിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത്. നീ എല്ലാം ഒന്ന് തിരിച്ചറിയാനാ. നീ നിന്റെ നിരഞ്ജേട്ടനെ പോലെയല്ല നിന്റെ വല്യേട്ടനെ കാണുന്നേ. നിനക്ക് നിന്റെ ഏട്ടനോടുള്ള സ്നേഹമല്ല സാറിനോടുള്ളത്. നിനക്ക് പ്രണയമാണ് നിന്റെ വല്യേട്ടനോട്. ഞാനപ്പോ ചതിക്കായിരുന്നല്ലേ ഇത്ര കാലം എന്റെ വല്യേട്ടന്. നീ ഇത് ആരെ ചതിച്ചെന്നാ? നീ നിന്റെ പ്രണയം തിരിച്ചറിയാതെ പോയി, അത്രേ ഉള്ളൂ. അതൊന്നും ഒരു തെറ്റല്ല. ഞാനിനി എന്റെ വല്യേട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്റെ മനസ്സിലുള്ളത് അറിഞ്ഞ ഏട്ടൻ എന്നെ വെറുക്കും. ഓ പിന്നെ, നീ അങ്ങയുടെ ഭാര്യയല്ലേ. ആ നിനക്ക് അയാളോട് പ്രേമമല്ലാതെ വേറെന്താ ഉണ്ടാകണ്ടേ? നീ ആദ്യം അങ്ങേര് നിന്റെ ഏട്ടനാണെന്നുള്ള ചിന്ത വിട്. നന്ദുട്ടി, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? ഈ ജാതക പ്രശ്നം നിന്റെ ചേച്ചിമാരിൽ ഒരാളായിട്ടാണ് സാറിന്റെ ജാതകം ചേർന്നിരുന്നെങ്കിൽ നീ വിട്ടുകൊടുക്കുമായിരുന്നു അങ്ങേര് അവർക്ക്? നിന്റെ വല്യേട്ടന്റെ ഒപ്പം മറ്റൊരാളെ ചേർത്ത് പറയുന്നത് നിനക്ക് സഹിക്കോ? ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. അത് കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതാണ്, നിന്റെ മനസ്സിൽ ചെറുപ്പം മുതലേ സാറിനോടുള്ള സ്നേഹം പ്രേമമായിരുന്നു. ഇപ്പൊ അത് നിനക്ക് മനസ്സിലായില്ലേ? നീ അത് തിരിച്ചറിയാതെ പോയതാണ്. സാറില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ആ അതാണ്. അപ്പൊ ഇനി മോൾ അങ്ങനെ വിട്ടുകളയാതെ ധൈര്യമായിട്ട് ആ ചാക്കോമാഷിനങ്ങ് പ്രേമിച്ചേക്കടി. ബാവേ, പോകാം. ബാവേ, എന്തു പറ്റി? നീ കരഞ്ഞോ? നിന്റെ മുഖമൊക്കെ എന്താ വീങ്ങിയിരിക്കുന്നേ? അതൊന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഒന്നുമില്ലാതെയാണോ നിന്റെ കണ്ണിങ്ങനെ കരഞ്ഞു ചുമന്നിരിക്കുന്നേ? എന്താ വാവേ പ്രശ്നം? നിന്നെ ടീച്ചേഴ്സ് ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? വാവേ പറയടാ, വല്യേട്ടനോട് പറ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒന്നുമില്ലാന്ന് നിങ്ങളോടല്ലേ ഞാൻ പറയുന്നേ. മനുഷ്യനൊരു സമാധാനം തരില്ലെന്ന് വെച്ചാ എന്റെ എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ എനിക്ക് തന്നെ അറിയാം. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വല്യേട്ടൻ കളിയൊന്നും നിർത്തൂ. എനിക്ക് വീട്ടിൽ പോണം, അല്ലെങ്കിൽ ഞാൻ വല്ല ബസ്സിൽ കയറി പോകണം. നമുക്ക് പോവാം, വാ. നന്ദൂട്ടി, ഈ കൊച്ചിന് ഇതെന്താ പറ്റിയേ? കണ്ണ, മോൾക്ക് എന്താ പറ്റിയേ? അതൊന്നുമില്ല. കിടന്ന അവള്
മനസ്സിലുള്ളതറിഞ്ഞ് എന്നെ വെറുപ്പോടെ നോക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. ഇഷ്ടമാ, ഒത്തിരി ഒത്തിരി ഇഷ്ടമാ. സഹിക്കാൻ വയ്യ എനിക്ക്. ഇവള് നേരത്തെ എണീറ്റോ? ഈ പെണ്ണിനെ കണ്ടതേ ഇല്ലല്ലോ, എവിടെ പോയി? അമ്മ, നന്ദുട്ടി എവിടെ? അവള് കോളേജിൽ പോയല്ലോ. പോയെന്നോ? നിരഞ്ജന്റെ കൂടെ പോയി. എന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങി. സ്പെഷ്യൽ ക്ലാസ്സോ? എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ലമ്മ. നന്ദു, എന്താടാ, എന്ത് പറ്റി? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെ. ഏയ് ഒന്നുമില്ലടാ, ചെറിയൊരു തലവേദന പോലെ. നന്ദുട്ടിനിപ്പോ എങ്ങനെ കാണാൻ കഴിയാ? ഇന്ന് അവരുടെ ക്ലാസ്സിൽ എനിക്ക് ഇല്ലല്ലോ. ഇന്നാണെങ്കിൽ ടീച്ചേഴ്സ് ബോർഡ് മീറ്റിംഗ് കൊണ്ട് ഇനിയിപ്പോ വൈകിട്ട് ഫ്രീ ആവുള്ളൂ. ഈ പെണ്ണിത് എവിടെ? ഒന്ന് സംസാരിക്കാൻ കാണാനും മനുഷ്യനാകെ വീർപ്പ് മുട്ടുക. ചാരു, നന്ദു എവിടെ? സാർ, അവള് പോയല്ലോ. നിരഞ്ജനേട്ടൻ കൂട്ടാൻ വന്നിരുന്ന അവളെ. നിരഞ്ജന്റെ ഒപ്പം പോയെന്നോ? നിരഞ്ജ, ആ എന്താ ഏട്ടാ? അവളെവിടെ? നന്ദൂട്ടിയാണോ? അവള് റൂമിലുണ്ടല്ലോ. നിന്നോടാരാ അവളെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും പറഞ്ഞത്? എന്തു പറ്റിയല്ലേട്ടാ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ നീ ആദ്യം. അത് നന്ദൂട്ടിയാ പറഞ്ഞത്. ഇന്ന് ഏട്ടനെന്തോ തിരക്കുണ്ട്, അതുകൊണ്ട് കൊണ്ടുവിടാനും കൊണ്ടുവരാനും. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം എന്താണെന്ന് ഞാൻ അവളോട് ചോദിക്കാം. നിരഞ്ജ, എന്താടാ, എന്താ പ്രശ്നം? അവൻ എന്തിനാ ഇങ്ങനെ തുള്ളിക്കൊണ്ടു പോകുന്നേ? അറിയില്ല തറവാട്ടമ്മേ, വന്നപാടെ എന്നോട് ദേഷ്യപ്പെട്ട് നന്ദുവിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. നന്ദുട്ടി, എന്താടി, എന്താ നിന്റെ പ്രശ്നം? ഞാൻ ചോദിച്ചത് കേട്ടില്ല നീ. എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനൊക്കെ പെരുമാറുന്നേ? ഞാനെങ്ങനെ പെരുമാറിയെന്നാ നിങ്ങൾ പറയുന്നേ? മര്യാദക്ക് സംസാരിക്കണ എന്നോട്. ഞാൻ ആരാണെന്ന് നീ പലപ്പോഴും മറക്കുന്നുണ്ട്. ഞാനൊന്ന് താഴ്ന്നു തന്നെന്ന് കരുതി എന്റെ തലേ കയറാൻ നോക്കിയാലുണ്ടല്ലോ. നോക്കിയാ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു എന്റെ കാര്യത്തിൽ അനാവശ്യമില്ലാതെ ഇടപെടരുതെന്ന്. ഞാനല്ലാതെ പിന്നെ ആരാടി നിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടത്? എന്റെ കാര്യത്തിൽ ഇടപെടാൻ എന്റെ അച്ഛനും അമ്മയും ഉണ്ട്. നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? വല്യേട്ടനാ ഞാൻ നിന്റെ. വല്യേട്ടൻ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട വല്യേട്ടന്. നന്ദുട്ടി മോള്, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എങ്കിൽ നിങ്ങൾ പറ, ഞാൻ നിങ്ങൾക്ക് ആരാ? നന്ദുട്ടി, ഞാൻ നിന്റെ. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കണ്ട. ഭാവേ, നീ ഇപ്പൊ എന്തൊക്കെ പറയുന്നേ? നിനക്ക് പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഞാൻ എന്തിനെങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കുന്നേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളെ പേരോട് ജീവിച്ചോളാം. എന്താ പറഞ്ഞേ നീ? അങ്ങനെ വല്ല വ്യാമോഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ അത് എടുത്തു കളഞ്ഞേക്ക്. നീ ജീവിക്കും, അത് എന്റെ കൂടെ മാത്രമായിരിക്കും. അതങ്ങ് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ? അതേടി, ഞാൻ മാത്രം തീരുമാനിച്ചാ മതി. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എന്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ? കെട്ടിവെച്ചതാണല്ലോ നിങ്ങളുടെ തലയിൽ. പിന്നെ എന്തിനെങ്ങനെ കൊണ്ടു നടക്കുന്നേ? വേണ്ടാന്ന് വെച്ചൂടെ? എന്താടി, ഞാൻ വേണ്ടാന്ന് വെച്ചാ കൂടെ കൂട്ടാൻ ആൾക്കാരുണ്ടോ? ആ ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊപ്പം ഞാൻ തോന്നിയ പോലെ ജീവിക്കും. നിങ്ങൾ ആണാണെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്. പറയടി, ഒന്നും കൂടി പറയടി. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഇനിയും ഇമാതിരി തോന്നിവാസം പറഞ്ഞ ഉറപ്പായും തല്ലും ഞാൻ. ഇന്നത്തോടെ നിർത്തിക്കോ നിന്റെ സകല തന്നിഷ്ടം. ഇനി നീ പഠിക്കാൻ വേണ്ട, ഒന്നും വേണ്ട.
വീട്ടിലിരുന്നാ മതി. അനന്ത, എന്താ എന്താ ഇവിടെ ബഹളം? നന്ദുട്ടി, ഈശ്വര, എന്റെ കുഞ്ഞിന്റെ കവിള്. അനന്ത, എന്തിനാ നീ മോളെ തല്ലിയേ? എന്തും ഞാൻ സഹിക്കും, പക്ഷെ എന്റെ കുഞ്ഞിനെ നോവിച്ചാൽ. അമ്മേ, ഇങ്ങനെ തല്ലി കളിക്കാൻ വേണ്ടിയല്ല എന്റെ കുഞ്ഞിനെ ഞാൻ കെട്ടിച്ചു കൊടുത്തെ. എന്താ ആനന്ദ, നിനക്ക് ഭ്രാന്തായോ? നീ എന്തിനാ നന്ദുട്ടിനെ തല്ലിയേ? നന്ദുട്ടി മോളെ, എന്താ പ്രശ്നം? എന്തിനാ അവൻ എന്റെ കുഞ്ഞിനെ കൈ വെച്ചേ? അമ്മ, ഇത് വേണ്ടമ്മ, എനിക്കിത് വേണ്ട. എന്ത് വേണ്ടെന്ന്? ഈ ബന്ധം വേണ്ട. എന്തൊക്കെയാ അനന്ത ഇത്? ഞാൻ എന്ത് ചെയ്തെന്നാ? നീ അവളെ ഇപ്പോ തല്ലിയത് കൊണ്ടല്ല അനന്ത അവൾ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഞാൻ അവളെ തല്ലി, സത്യം തന്നെ. അതിലെനിക്ക് യാതൊരു കുറ്റബോധമില്ല. തല്ലിക്കൊള്ളാനുള്ള വർത്തമാനം അവിടെ പറഞ്ഞതുകൊണ്ടാ. അമ്മ, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. എന്താ മോനെ ആനന്ദ, നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നെ? നിനക്ക് ദേഷ്യമുണ്ടെന്ന് കരുതി അവളെ തല്ലുകയാണോ ആനന്ദ വേണ്ടേ? ഞാൻ അവളെ കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്റേതായിട്ടുള്ള രീതിയിൽ മര്യാദക്ക് അവളെ ജീവിക്കണം. അവളെ തല്ലാനും തലോടാനും എനിക്ക് അവകാശമില്ലെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് അവളെ കെട്ടിച്ചു തന്നത്? രാമു അച്ഛൻ തന്നെ പറ. അപ്പച്ചൻ എന്തേ തെറ്റ് ചെയ്താ അത് കയ്യും കെട്ടി നോക്കി നിൽക്കോ? ഇവളില് എനിക്കൊരു അവകാശമില്ലേ? എന്നെക്കാളും അവകാശമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. നീ പറഞ്ഞതൊക്കെ ശരി, പക്ഷെ നീ ചോദിച്ചില്ലേ എന്റെ ഭാര്യ തെറ്റ് ചെയ്താ ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കുമെന്ന്? ഇല്ല, ഒരിക്കലുമില്ല. അവളെ പറഞ്ഞ് തിരുത്തുക തന്നെ ചെയ്യും. കാരണം എനിക്കതിനുള്ള അവകാശമുണ്ട്. ഞാൻ അവളെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും അവളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. രാമോച്ചൻ പറഞ്ഞതിൽ ഏതാണ് ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞേ. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഇവളെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവളെ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവളെ ഞാൻ സ്നേഹിക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല എന്ന് പറയട്ടെ ഇവള്? പറയാൻ പറ്റുമോ നന്ദുട്ടി? ഇതിൽ കൂടുതൽ ഞാൻ എന്താ വേണ്ടത്? എല്ലാം ഇവിടൊക്കെ കൊണ്ട് എത്തിച്ച നിങ്ങളൊക്കെ തന്നെ പറ. അനന്ത, നിനക്ക് പ്രായത്തിൻ്റെതായ പക്വതയുണ്ട്, പക്ഷേ അവൾക്ക് അതില്ലല്ലോ. അവള് കുഞ്ഞല്ലേ, അവൾക്കെല്ലാം ഉൾക്കൊള്ളാൻ സമയം വേണം. അതുവരെ പഴയതുപോലെ പോട്ടെ ഇനി അങ്ങോട്ട്. കല്യാണത്തിന് മുന്നേ ഇതൊന്നും ആരും ഓർത്തില്ലായിരുന്നോ? അവളെ എന്റെ മുറിയിലേക്ക് തള്ളിവിടുമ്പോഴും ഇതൊന്നും ആരും ഓർത്തില്ലല്ലോ. അന്ന് ഓർക്കാത്തതൊന്നും ഇനിയും ഓർക്കണ്ട. മോനെ അനന്ത, എല്ലാം നിനക്ക് വേണ്ടി ആയിരുന്നില്ലേ? അനന്ത, എന്റെ മോൾ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത് നിനക്ക് വേണ്ടിയല്ലേ? ഞാൻ പറഞ്ഞു ഇവളോട് എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ. നീ ഇപ്പോ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വേണ്ടാന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞതല്ലേ എല്ലാവരോടും. അപ്പൊ നിങ്ങൾക്കൊക്കെ എല്ലാരും നിർബന്ധം. മോനെ, നിന്റെ ജീവ രക്ഷിക്കാൻ. നിർത്തമ്മ, മതി. എന്റെ ജീവ രക്ഷിക്കാനെന്നുള്ള പേര് ഒന്നെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടനുസരിച്ച് ഇവൾ എന്റെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ഈ നിമിഷം നിർത്തിക്കോണം സർവ്വതും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷേ നീ ഇനി ഇവളെ തല്ലരുത്, അതിലൊരു ഉറപ്പുമില്ല. അങ്ങനത്തെ വർത്താനം പറഞ്ഞാൽ ഉറപ്പായും ഞാൻ തല്ലും. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊരു തീരുമാനം വേണ്ടേ? മോനെ കണ്ണ, എന്തിനാ നിനക്ക് ഇത്ര വാശി? അമ്മന്റെ അച്ഛന്റെയും കാര്യത്തിൽ തറവാട്ടമ്മയും മറ്റുള്ളവരും ഇടപെടാറുണ്ടായിരുന്നു. പിന്നെ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? ശരി, നിങ്ങളുടെ കാര്യത്തിൽ ഇനി ആരും ഇടപെടുന്നില്ല. പക്ഷെ ഇനി നന്ദുട്ടി ഇത് വേണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ രണ്ടും രണ്ടായിരിക്കും. സമ്മതം. എന്ത് നോക്കിക്ക എല്ലാവരും, അവനവന്റെ പണി നോക്ക്. അകത്തേക്ക് കേറ. വല്യേട്ടൻ ഈ കാണിക്കുന്ന ദുഷ്ടത്തരമാ. ചെന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് താഴെ പോയി എനിക്ക് നല്ലൊരു ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് വാ. എന്നെ തല്ലിച്ചു ഒന്ന് സമാധാനിപ്പിക്കാതെ ഫ്രഷ് ജ്യൂസ് വേണം പോലും. എന്തേലും പറഞ്ഞോ? ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞതാ. എന്താ മോളെ, ജ്യൂസ് വേണോ? ഇവിടെ ഇരിക്ക, രേവമ്മ ഇട്ട് തരാം. എനിക്കല്ല, രേവമ്മയുടെ പുന്നാര മോനക്ക. ഇതാ ജ്യൂസ്. നീ ആദ്യം കുടിക്ക്. എന്താ? അല്ല, എന്നോടുള്ള ദേഷ്യത്തിന് നീ ഇതിൽ വല്ലതും കലക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. മുഴുവനും കുടിക്കല്, എനിക്കും കുടിത്താ.
നല്ല ടേസ്റ്റ്. ഹോ, ഇപ്പഴാ മനുഷ്യനൊരു തുള്ളി വെള്ളം കുടിക്കുന്ന എന്തൊരു ആശ്വാസം. അപ്പോ രാവിലെ ഉച്ചക്കൊന്നും കഴിച്ചില്ലേ? നമ്മള് കഴിച്ചാലും കഴിച്ചില്ലാലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വല്യേട്ട പറ, ഒന്നും കഴിച്ചില്ലായിരുന്നു ഇന്ന്. നിന്റെ കൂടെ അല്ലാതെ ഞാൻ എന്തെങ്കിലും കഴിക്കാറുണ്ടോ നന്ദൂട്ടി? അമ്മ, കഴിക്കാൻ എന്താ ഉള്ള? രാത്രിത്തേക്ക് ദോശ ചുടുന്നുണ്ട്. എന്നാ ഒരു 4-5 എണ്ണം പ്ലേറ്റിലേക്ക് ഇട്ട്. 4-5 നീ അത്രയൊന്നും കഴിക്കില്ലല്ലോ. എനിക്കല്ല, വല്യേട്ടന. പാവം, ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. കണ്ണനൊന്നും കഴിച്ചില്ലെന്നോ? രാവിലെ പോകുമ്പോ അവിടുന്ന് കഴിച്ചോളാന്ന് പറഞ്ഞിരുന്നല്ലോ. ഇല്ല, ഇന്നൊന്നും കഴിച്ചിട്ടില്ല. ഇത് കഴിക്കേട്ടാ പ്ലീസ്. എനിക്കൊന്നും വേണ്ട. ഒരു ദിവസം കഴിച്ചില്ലെന്ന് വെച്ച് ചാവാനൊന്നും പോകുന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ നിനക്ക് സമാധാനാവും. എന്തുവാടി മനുഷ്യന് പിച്ചെന്ന് എനിക്ക് നൊണ്ടു കേട്ടോ. നോവണം, അതിനു വേണ്ടി തന്നെ. ഇനി ഇങ്ങനത്തെ വേണ്ടാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഇത് കഴിക്ക്. നീ കൂടെ കഴിക്ക്. ഞാൻ താഴെ പോയി പിന്നെ കഴിച്ചോളാം. ഇതെല്ലാം കൂടി ഞാനിങ്ങനെ കഴിക്കാനാ? ഇത് കഴിച്ച് പഠിക്കണ്ടേ? ആരോ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഇനി പഠിക്കൊന്നും വേണ്ട, വീട്ടിലിരുന്നാ മതിയെന്ന്. ഞാൻ ആലോചിച്ചപ്പോ അത് നല്ലൊരു ഐഡിയ. അങ്ങനെയെങ്കിൽ ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് അതും കൂടെ ഒന്ന് നടപ്പിലാക്കാം. ചെയ്യട്ടെ? വേണ്ട. വേണ്ടേ? വേണ്ട. എങ്കിൽ എന്റെ പൊന്നുമോള് ഇതൊക്കെ കൊണ്ടുവച്ച് വേഗം പഠിക്കാൻ വാ. നിന്നെ നന്ദമോള് വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം. അയ്യോ, എന്റെ വയറ് നിറഞ്ഞു. അത് മുഴുവനും കഴിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ വല്യേട്ടൻ എന്നെ കൊണ്ടും കൂടി കഴിപ്പിച്ചു. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ഇന്ന് വഴക്കായതുകൊണ്ട് ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരോടും കൂടെ ഞാൻ പറയുന്നത്, ഇപ്പൊ അങ്ങ് പോയാ മുതലില്ലേ അതിന്റെ കെട്ടിന്റെ കാര്യത്തിൽ ഇനി ആരും ഇടപെടാൻ നിൽക്കണ്ട. കണ്ടില്ലേ, ഇപ്പൊ അവരൊന്നായി. ഇവര് നമ്മളെ മുന്നില് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അഭിനയിക്കാണെന്ന് തോന്നുന്നു. നിർത്തി. ഇനി അവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. ഇനി ഇത്ര പഠിച്ചത് മതിയാവേ, നമുക്ക് കിടക്കാം. എന്നാ ഗ്ലാമർ ഇങ്ങനെ കാണാൻ. എന്തോ ഇത് ഉരുട്ടിക്കെട്ടി വെച്ചേക്കുന്ന വെറുതെ അല്ല പെമ്പിളേര് വായി നോക്കുന്നെ. ഞാനും ഇപ്പൊ അത് തന്നെയല്ലേ ചെയ്യുന്നേ. ഞാൻ വായി നോക്കിയാലെന്താ? എന്തായാലും ഇങ്ങനെ എന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ നല്ല അന്തസ്സായിട്ട് അങ്ങോട്ട് വായി നോക്കുന്നെ. ഏട്ടൻ ഇത് രാവിലെ തന്നെ എവിടെ പോയി? നീ എഴുന്നേറ്റോ? എന്തു പറ്റി? ഏട്ടൻ എന്താ എഴുന്നേറ്റപ്പോ എന്നെ വിളിക്കാഞ്ഞ്? നീ നല്ല ഉറക്കമായിരുന്നില്ലേ, അതാ. എന്ന് കരുതി എന്നെ കൂടി വിളിച്ചാൽ എന്തായിരുന്നു? ഈ പെണ്ണിനൊരു എന്താ ഈശ്വര, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ ഭാര്യയെ. എന്നിപ്പൊ അങ്ങനെ കൂടുതൽ ആരും മനസ്സിലാക്കണ്ട. പെങ്കച്ച, നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞു എന്നോട് മര്യാദക്ക് സംസാരിക്കണമെന്ന്. എന്റെ കയ്യിൽ നിന്ന് തല്ല് പേടിക്കുന്നീ. ഓഹോ, നിങ്ങൾക്ക് എന്നെ തല്ലണോ? എന്നെ തല്ലിക്കോ. ഇത് നിന്നെയല്ല, നിന്നെ ഞാൻ കൊഞ്ചിച്ച് വഷളാക്കിയ പറയണം. എന്നെ കൊഞ്ചിച്ച് വഷളാക്കിയത് ഒരു തലതിരിഞ്ഞ മനുഷ്യനാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയെ. അതിപ്പാരാ? അയ്യോ, അവൾ പറഞ്ഞിട്ട് പോയത് എന്നെയല്ലേ. നിക്കടി അവിടെ, നിക്കടി. നീ ഇപ്പൊ എന്താ പറഞ്ഞു? എന്നോട് പറ. സോറി, ഇനി ഞാൻ പറയില്ല. ഇന്നലെ തല്ലുകൂടിയത് ഇവര് തന്നെയല്ലേ? അങ്ങനെ വിചാരിച്ച നമ്മളാ മണ്ടന്മാര്. ഏയ് നന്ദൂട്ടി,
ഋഷിയേട്ടൻ നന്ദുട്ടി ഡി എന്താ ഇങ്ങനെ നോക്കുന്നെ? ഋഷിയേട്ട എപ്പോ നാട്ടിൽ വന്നു? 2 ദിവസമായിടി. ഋഷിയേട്ടൻ മാത്രമേ ഉള്ളൂ? അവൻ മാത്രല്ല, ഞങ്ങളും ഉണ്ട്. നിനക്ക് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ അറിയോ? ഞാൻ വിചാരിച്ചു മറന്നുപോയെന്ന്. എന്താ ചെറിയമ്മ പറയുന്നേ? മറക്ക്. ഞാൻ അങ്ങനെ ചെയ്യൂ? ഇങ്ങോട്ട് വരാനുള്ള ലീവ് ഏട്ടന് കിട്ടണ്ട്. ദേ ഇപ്പൊ വന്നപ്പോ ആദ്യം ഇങ്ങോട്ടേക്ക് തന്നെയാ വന്നേ. സുഖാണോ സുലോചനമ്മായി? ആ, സുഖായിരിക്കുന്നു രേവതി. അമ്മായി വരുന്നത് ഒന്ന് വിളിച്ചു പറയായിരുന്നു. ഓ, എന്തിനാ? അമ്മന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിലല്ലേ, ഇതിപ്പോ സ്വന്തം വീടല്ലേ, അതിനൊന്നും ആവശ്യമില്ല. എന്താ പ്രേമളൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞങ്ങളൊക്കെ അറിയോ, ഋഷിമോൻ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. മോള് വരാറില്ലല്ലോ. കൊറേ മുന്നേ കണ്ടതല്ലേ, ആളാകെ മാറി. അവളൊരു ഒതുങ്ങിയ സ്വഭാവക്കാരിയാണ്. ഋഷിയെ പോലെയല്ല, നല്ല അടുക്കും ഒതുക്കും ഉള്ള സ്വഭാവ. എന്റെ മോളായോണ്ട് പറയല, പഞ്ചപാവ. മാമി വന്നപ്പോഴേ തള്ള തുടങ്ങി. വന്ന കാലം നിക്കാതെ കേറി വാ. രേവതി, സരയു, ഇവർക്കുള്ള റൂമൊക്കെ കാണിച്ചു കൊടുക്ക്. നന്ദുട്ടി വന്നേ, വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. ഇവന് അവളോട് മാത്രം എന്താ ചോദിക്കാനുള്ള? ഓ, അത് കേട്ടപ്പോ തുള്ളിച്ചാടി പോവാൻ അവളും. ഹോ, എന്റെ അമ്മ, ഈ കോപ്രായവേശം ഇട്ടിട്ട് ചൂടെടുക്കുക. ഇതൊക്കെ എങ്ങനെയാണോ ഉടുത്ത് നടക്കുന്നത്? ഓ, ഒരു കണ്ടൻ തുണി മാത്രം എടുക്കുന്ന നിനക്കതൊക്കെ തോന്നും. ദേ, മര്യാദക്ക് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നടന്നോണം. ഈ റൂമിനകത്ത് നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, പക്ഷെ ഇതിന് പുറത്ത് നീ ഒരു ഉത്തമ സ്ത്രീ ആയിരിക്കണം. അറിയാലോ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. ദേ, ഈ കണ്ടതൊക്കെ ആ അനന്തന്റെ പേരില. അവനെ എങ്ങനെയെങ്കിലും വളച്ച് കുപ്പിയിലാക്കി ഇത് മുഴുവൻ കൈക്കലാക്കണം. അതമ്മ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഹോ, ഇതൊക്കെ കൂടി എത്ര ഉണ്ടാകും അമ്മേ? മുന്നേ എന്താ അമ്മ ഇതിനെ കുറിച്ച് എന്നോടൊന്നും പറയാഞ്ഞേ? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കൂത്താടി നടക്കുന്നതില്ലായിരുന്നു ശ്രദ്ധ. എല്ലാം കയ്യിൽ നിന്ന് നഷ്ടമായപ്പോഴല്ലേ മൂക്ക് ബോധം വന്നേ. ദേ, പിന്നെ നിന്റെ ബാംഗ്ലൂരിലുള്ള വേലത്തിലൊന്നും ഇവിടെ കാണിക്കണ്ട. എല്ലാം തഞ്ചത്തില് മതി. അനന്തനെ കുറിച്ച് അന്വേഷിച്ചപ്പോ വാദ്യാരാണെങ്കിലും ഉശിരുള്ളവനാണെന്ന് അറിഞ്ഞത്. നോക്കിയും കണ്ടും വേണം, പ്രത്യേകിച്ച് ഇപ്പൊ കെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക്. അല്ല, എന്റെ അമ്മയുടെ പ്ലാന് എങ്ങനെ അവരുടെ ബന്ധം ഉണ്ടാക്കും? പറഞ്ഞു കേട്ട് വെച്ചത് നോക്കുമ്പോ അവൻ അവള് പെങ്ങളെപ്പോലെയാ. ഈ ജാതകദോഷം ഉണ്ടായത് കൊണ്ടാ കിട്ടിയത്. അവരേതായാലും ഒന്നിച്ച് ജീവിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് പിരിയിപ്പിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഇപ്പൊ പെട്ടെന്നൊന്നും ചെയ്യാനാകില്ല. ആദ്യം നീ ഇവരുടെ മനസ്സിലൊക്കെ ഒന്ന് കേറി പറ്റ്, പ്രത്യേകിച്ച് അനന്തന്റെ. അല്ല ഋഷി, അവനിവിടെ ഉണ്ടാവുമ്പോ എങ്ങനെയാ? അതിനവനെ ഇവിടെ നിർത്തുന്നില്ലല്ലോ. അവന്റെ ലീവ് അവൻ അറിയാതെ ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് അവന് പോയേ പറ്റൂ. വന്നപ്പോ മുതലോ പോരാട്ടം അവളുടെ പുറകിന് മാറിയിട്ടില്ല. ഇപ്പതേ രാത്രിയായി. ഇതിന് മാത്രം എന്താ പറയാനുള്ളത്? നന്ദുട്ടി, നീ കിടക്കാൻ വരുന്നില്ലേ? നാളെ കോളേജിൽ പോകണ്ടേ? വാ. ഏട്ടാ, ഞാനിപ്പോ വരാം. ഏട്ടൻ കിടന്നോ? അനന്തേട്ടാ വാനേ, ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കാം, വിശേഷങ്ങളൊക്കെ പറയാനേ. വേണ്ട, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നന്ദുട്ടി, നീ വരുന്നുണ്ടോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം. എന്തുവാടി, ടെററാവോ അങ്ങേര്? എന്തിന്? അങ്ങേര് കുശുമ്പ് കുത്തി പോയത് കണ്ടില്ലേ? കുശുമ്പ് കുത്തിയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഋഷിയേട്ടന് തോന്നുവാ. അതെ അതെ, ആദ്യമേ ഞാൻ നിന്റെ കൂടെ നടക്കുന്നത് അങ്ങേർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോ അങ്ങേരുടെ കെട്ടിയോളല്ലേ, അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഏട്ടൻ പറഞ്ഞോ? എന്തിനാ പറയുന്നേ? അങ്ങേരുടെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ തന്നെ അറിയില്ലേ, നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ഓ, അവൾക്കിപ്പോ ഞാൻ വിളിച്ച വരാൻ വയ്യ. എന്റെ വാല് തൂങ്ങി നടന്നവാ. ഇപ്പൊ അവനെ കിട്ടിയപ്പോ എന്നെ വേണ്ട, ഇന്ന് വരട്ടെ ഇനി കൊഞ്ചിക്കൊണ്ട്. നിങ്ങളുടെ പിണക്കൊന്നും മാറിയില്ലേ? നിന്റെ കിട്ടിയും വലിയ കലിപ്പിനാണല്ലോ മനുഷ്യന്മാർ കിട്ട പണി തരുന്നേ. അറിഞ്ചും പൊറിഞ്ചും എല്ലാത്തിനും ഇട്ട് വായക്ക് പറയല്ലേ. ഇതൊന്നുമല്ലടാ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ. ചുമ്മാ ദേഷ്യപ്പെടാ, ചോദിച്ചാ ഒന്നും ഇല്ലെന്ന് പറയും. അങ്ങേർക്ക് എന്താടി പല ബോധയും കൂടിയോ? എനിക്കൊന്നും അറിയാൻ പാടില്ല. ഋഷിയേട്ടൻ പറയുക അങ്ങേർക്ക് കുശുമ്പ് കയറിയതാണെന്ന്. ഏത്, നിന്റെ ബാംഗ്ലൂരിലെ ഋഷിയേട്ടനോ? ആ,
ഏട്ടനോട് ഞാൻ മിണ്ടാൻ പോയാ പിന്നെ ഇങ്ങനെയാ. ആ അപ്പൊ നിന്റെ ഋഷിയേട്ടൻ പറഞ്ഞത് ശരിയാവാനാ ചാൻസ്. അതിന് അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. ഏട്ടൻ എന്നോടൊന്നും ഇല്ലല്ലോ. നിനക്കാദ്യം എങ്ങനെയായിരുന്നു, എന്നിട്ട് ഇപ്പോഴോ? നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ അങ്ങയുടെ മനസ്സിലും എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാലോ. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, ഇനി അതിനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തരണോ? ഏട്ടാ, എനിക്ക് ഈ പോർഷൻ എത്ര വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഒന്ന് പറഞ്ഞു തരാവോ? അതിന് മനസ്സിലാവണമെങ്കിലേ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. ഓ, അതിനിപ്പോ ശ്രദ്ധ മുഴുവൻ മറ്റു പല കാര്യങ്ങളിലാണല്ലോ. എന്തൊക്കെയാ ഈ പറയുന്നേ? നന്ദുട്ടി പഠിക്കുവാണോ? ആ, അതെ ഋഷിയേട്ടാ. കഴിഞ്ഞെങ്കിൽ വാ, നമുക്ക് കുറച്ച് സംസാരിക്കാം. ഋഷിയേട്ടൻ പൊക്കോ, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. ആണോ? എങ്കിൽ ശരി, ഓക്കെ. എന്താ നിന്റെ ഋഷിയേട്ടൻ വിളിച്ചപ്പോ പോവാഞ്ഞേ? തേനും പാലും ഏൽപ്പിച്ച് വിളിച്ചതല്ലേ? പാവത്തിന്റെ മുഖം കണ്ടാലറിയാം വിഷമായെന്ന്. അയ്യോ, അങ്ങനെ ആയി കാണോ? ആണെങ്കിൽ എന്താ നിനക്ക്? അയ്യോ, ഋഷിയേട്ടൻ പാവല്ലേ, വിഷമായത് ഞാൻ പോയി സമാധാനിപ്പിച്ചിട്ട് വരാം. നിക്കടി അവിടെ, അങ്ങനെ ഇപ്പൊ നീ എങ്ങോട്ടും പോണ്ട. അവളുടെ ഒരു സമാധാനിക്കാൻ പോക്ക്. ഏട്ടൻ എന്തീ കാണിക്കുന്നേ? ഏട്ടൻ എന്താ കുഴപ്പം ഞാൻ ഋഷിയേട്ടന്റെ അടുത്തേക്ക് പോയാൽ? നീ അവന്റെ അടുത്തേക്ക് പോണ്ട, എനിക്കത് ഇഷ്ടമല്ല. അവൻ എന്തിനാ ഏത് സമയം നിന്റെ പുറകെ നടക്കുന്നേ? ഋഷിയേട്ടൻ എന്റെ പുറകെ എപ്പോഴും നടന്നേ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നതല്ലേ. അങ്ങനെ ഇപ്പൊ നിന്നാരും ഇഷ്ടപ്പെടണ്ട. നിന്നെ ഇഷ്ടപ്പെടാൻ ഞാനുണ്ട് ഇവിടെ. ഞാൻ മാത്രം മതി നിനക്ക്. അതെന്താ മറ്റുള്ളവരെന്നെ ഇഷ്ടപ്പെട്ടാ കുഴപ്പം? കാരണം നീ എന്റെയാ, എന്റെ മാത്രം. എന്റേതിന് ഇപ്പൊ അങ്ങനെ ആരും നോക്കണ്ട. ഞാൻ ഏട്ടന്റെതാണെന്നോ? ഏട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ ഏട്ടന്റെ മാത്രമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അത് നീ എന്റെ ഭാര്യയല്ലേ? ഓ, ഭാര്യ ആയതുകൊണ്ട് മാത്രാണോ? അല്ലാതെ വേറെ ഒന്നുമില്ലേ? അല്ലാതെ വേറെന്താ? ഈ താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഭാര്യ ഭർത്താവായൊന്നും നമ്മൾ ജീവിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഋഷിയേട്ടൻ എന്നെ ഇഷ്ടപ്പെടുന്നതിൽ എന്താ കുഴപ്പം? അതിലൊരു കുഴപ്പമില്ല. അങ്ങനെ നിന്നെ ആരും ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞില്ലേ? നീ എന്റെയാ. ഏട്ടന് ഞാൻ അനിയത്തിയല്ലേ? അല്ല, നീ എന്റെ പ്രണയമാ. പ്രണയമോ? എന്ന് മുതൽ? ഈ താലി കെട്ടിയത് മുതലോ? അങ്ങനെ ഇന്നും ഇന്നലെയല്ല, ഈ മുഖം അനന്തന്റെ മനസ്സിൽ കൂടി കയറിയിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിന്. അങ്ങനെയുള്ള നിന്നെ ആരും നോക്കണ്ട, എന്റെയാ നീ, എന്റെ മാത്രം. അപ്പൊ വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ടെന്നാണ് പറയുന്നത്? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് മാത്രം പറയാൻ വരണ്ട. ഞാൻ തെറ്റായ ഒരർത്ഥത്തിൽ എന്നെ വരെ ഞാൻ നിന്നെ നോക്കിയിട്ടുണ്ടോ? എന്നെ വെറുക്കല്ല വാവേ. നിങ്ങളെ വെറുക്കാനും അതിനെ ഗൗരിനന്ദ മരിക്കണം. എന്റെയും പ്രാണനല്ലേ നിങ്ങൾ? എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? സത്യം പറഞ്ഞ നമ്മൾ പരസ്പരം കബളിപ്പിക്കല്ലായിരുന്നു. സഹോദരങ്ങൾ എന്നൊരു ബോർഡർ നമുക്കിടയില് പരസ്പരം കൊണ്ടുവന്നത് കൊണ്ടാ നമ്മുടെ ഫീലിങ്സ് ഇതുവരെ തിരിച്ചറിയാതെ പോയത്. അതാ ഇത്രയും പ്രശ്നത്തിന് കാരണം. നീ എന്റെ അല്ലേ, എന്റെ മാത്രം? അതേലോ, ഞാൻ ഈ വാദ്യാരുടെ മാത്രമാ. ശരിക്കും? ആണേ. എങ്കില് നിന്നെ ഞാൻ മാത്രം സ്നേഹിച്ചാ മതി, ഞാൻ മാത്രം നോക്കിയാ മതി. കുശുമ്പാണല്ലേ എന്റെ വാദ്യാർക്ക്? അതെ, കാരണം നീ എന്റെയാ, എന്റെ മാത്രം. അതെ, ഈ ഗൗരിനന്ദ എന്റെ ഈ വാദ്യാരുടെ മാത്രമാ. അയ്യോ, സമയം കുറെ ആയല്ലോ. ഏട്ടാ എഴുന്നേൽക്ക്, കോളേജിൽ പോണ്ടേ, സമയം ഒരുപാടായി, എന്നെ വിട്ടേ. കുറച്ചിടു കഴിയട്ടെ. എന്റെ ഈശ്വര, ഈ വാദ്യാർക്ക് ഇതെന്താ പറ്റിയ? ഒന്ന് എഴുന്നേറ്റ്, സമയം കുറെ ആയി. എന്താ നിനക്ക്? മനുഷ്യൻ നല്ലപോലെ ഉറങ്ങുമല്ലായിരുന്നോ? ആണോ? എങ്കിൽ ഇന്ന് ഇത്ര ഉറങ്ങിയ മതി. സമയം എത്രയായി? വാദ്യാർക്ക് എന്താ പറ്റി? ഇങ്ങനെയൊന്നും അല്ലല്ലോ, എന്നെക്കാളും മുന്നേ എഴുന്നേക്കുന്ന ആളല്ലേ. എന്തെങ്ങനെ നോക്കുന്നേ? ഗൗരി, ഏട്ടനെന്താ പറ്റി? എന്തിനാ ഇങ്ങനെയൊക്കെ നോക്കുന്നേ? ഇന്നലെ വരെ
ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ? ഇതുവരെ എനിക്ക് നിന്നെ പ്രാണനാണെന്നറിയാതെ എന്റെ ഫീലിങ്സ് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുകയല്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അതില്ല. എന്റെ എല്ലാ ഫീലിങ്സും ഞാൻ തുറന്നു വിട്ടിരിക്കാം. അതുകൊണ്ട് ഇതൊക്കെ മോള് താങ്ങിയേ പറ്റൂ. അയ്യടാ. ഡീ, ഞാൻ നിന്നെ എടുത്തോളാം. അച്ഛൂ. എന്തുവാടി എന്നെ നീക്കി കൊല്ലോ നീ? എന്താ മോളെ മുഖം പൂനിലാവ് ഉദിച്ച പോലെ ഉണ്ടല്ലോ. നിനക്ക് വല്ല നിധിയും കിട്ടിയോ? കിട്ടി. വില മതിക്കാനാവാത്ത നിധി. ഈ ഗൗരിനന്ദക്ക് വേണ്ടി ദൈവം കാത്തുവെച്ച നിധി. എന്റെ വാദ്യാര്. ഡി, അപ്പോ അങ്ങേര് നിന്നെ? അതേടാ. എന്റെ പൊന്നോ, പൊളിച്ചു. അച്ചു, ഇതിനൊക്കെ നന്ദി ഞാൻ നിന്നോടാ പറയണ്ട. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മനസ്സിലുള്ളത് ഒരിക്കലും ഞാൻ തിരിച്ചറിയില്ലായിരുന്നു. നന്ദിയോ? അത് നമുക്കിടയിലോ. നിന്റെ ലൈഫ് ഹാപ്പി ആകുന്നല്ലേടി ഞങ്ങൾക്ക് ഇഷ്ടം. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. എങ്കിലും നിന്നോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നിനക്കിപ്പോ ഞാൻ എന്താ തരാ? എന്ത് തന്നാലാ മതിയാവുക? ഒന്ന് പോടി പെണ്ണ്, നീ എനിക്ക് തന്ന വലിയ ഒന്നില്ലേ നിന്റെ സൗഹൃദം. അതിലോളം വരില്ലല്ലോ ഒന്നും. അല്ല, ഇനി നിനക്ക് തന്നെ തീരൂന്ന് അത്ര നിർബന്ധാണെങ്കിൽ നിന്റെ നീരു ചേച്ചിന്റെ നമ്പർ ഉണ്ടോ ഓടി? അച്ചു, കണ്ടോ, നീയല്ലേ ഇപ്പൊ പറഞ്ഞ എനിക്ക് എന്ത് തന്നാലും മതിയായില്ലെന്ന്. എന്നിട്ടിപ്പോ ഞാനൊരു കാര്യം ചോദിച്ചപ്പോ അത് അവൾക്ക് പറ്റില്ല. അച്ചു വേണ്ടാട്ടോ നിനക്ക്. എന്റെ ചേച്ചി ഒരു പാവ. നിന്റെ ടൈം പാസിന് ഞാൻ കൂട്ടു നിൽക്കണോ? അതിന് ടൈം പാസ് ആണ് ആരടി പറഞ്ഞ്? എനിക്ക് ഇഷ്ടമാ, ഒത്തിരി ഒത്തിരി ഇഷ്ടമാ. പക്ഷെ ചേച്ചി എന്നെക്കാളും 3 വയസ്സിന് മൂത്തതാ. അതല്ലേ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ലടി. നമ്മുടെ നടൻ പൃഥ്വിരാജും അവന്റെ ഭാര്യയും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? അതുപോലെ ക്രിക്കറ്റ് പ്ലെയർ സച്ചിനും അവന്റെ ഭാര്യയും തമ്മിലൊക്കെ അവരിപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? ഡി, ഞാൻ അവളുടെ കാര്യത്തിൽ സീരിയസ് ആണ്. എന്നാലും പ്ലീസ് ഡി. ഓക്കെ, ഞാൻ തരാം. പക്ഷെ എന്റെ ചേച്ചിക്ക് നിന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് പറഞ്ഞ പിന്നെ നീ ചേച്ചിയെ ശല്യപ്പെടുത്തരുത്. ഓക്കെ, പക്ഷേ എനിക്ക് ട്രൈ ചെയ്യാലോ. എനിക്ക് അവളെ വേണോടി. ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ ഇത് തന്നെ പറയണം. സ്റ്റുഡൻസ്, എല്ലാവരും ഞാനിപ്പോ വായിച്ചു തന്ന പോർഷൻസ് ഒന്ന് വായിച്ച് ഞാൻ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അച്ചു, ഇത് നമ്മുടെ ചാക്കോ മാഷ് തന്നെയാണോ? അല്ല, ഇതങ്ങേരല്ല, ഇത് വേറെ ആരോയാ. ഡി, ഒന്ന് പതിയെ ഊറ്റാൻ പറയടി അങ്ങരോട്. ദേടി, ഇവൾക്ക് നാണം വരുന്നു. അച്ചു, എന്നിട്ട് ടീച്ചേഴ്സൊക്കെ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു. അവനാള് കൊള്ളാളോ, ആളൊരു പോക്കിരിയാണല്ലേ. ആള് പാവാ ചേച്ചി. പിന്നെ കുറച്ച് ഇങ്ങനത്തെ വേലത്തരങ്ങൾ കയ്യിലുണ്ടെന്നേ ഉള്ളൂ. നീ കേട്ടില്ലേ നീരു, ഇവളുടെ ഫ്രണ്ട് അച്ചു, അവന്റെ കാര്യം? ചെക്കൻ ഒരു പൊട്ടിത്തെറിയാ. ഓ, ഞാൻ കേട്ടു. കുറച്ചൊന്നല്ല, അതിനെല്ലാം കുറച്ച് കൂടുതലാ. നിനക്ക് അവനറിയോ? അത് പിന്നെ എന്റെ ഒപ്പം പഠിക്കുന്നില്ലേ ലാവണ്യ, അവളുടെ കസിനാ. അവളെ പറഞ്ഞിട്ടറിയാം. ഓ അങ്ങനെ. ഞാൻ കരുതി നിനക്കെങ്ങനെ അവനെ പരിചയമെന്ന്. എനിക്കൊന്നും അവനെ പരിചയമല്ല, ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അതെ അതെ. നിന്നെ ഒന്ന് അടുത്ത് കിട്ടാൻ എന്തോരം കാത്തിരിക്കണടി. അവരോടൊക്കെ മിണ്ടാതെ റൂമിലൊക്കെ വന്ന അവരൊക്കെ എന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിച്ചാലും എന്താ? ഞാൻ എന്റെ പെണ്ണിന്റെ കൂടെ ഒന്ന് സ്വസ്ഥമായി ഇരിക്കാൻ നോക്കുമ്പോ ഇങ്ങനെയാണ് നന്നെ കൊണ്ട് ഞാൻ വെള്ളം എടുത്തുക്കും പോകും. ഓഹോ, അങ്ങനെയൊക്കെ ചെയ്യോ എന്റെ വാദ്യാര്? എന്റെ പെണ്ണിനെ എനിക്ക് മാത്രം കിട്ടാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും. എന്റെ വാദ്യാര് ഇത്ര കുശുമ്പ് പാടില്ല കേട്ടോ. ഗൗരി, ഞാനൊരു ഉമ്മ തന്നോട്ടെ. ദേ ഇവിടെ പ്ലീസ്. കൊതിയായിട്ടാടി. Yeah.
ഭക്ഷണം കഴിക്കാൻ ഇങ്ങ് വാ. നന്ദേട്ടാ, രേവമ്മ വിളിക്കുന്നു. വിളിച്ചോട്ടെ. അനന്താ, വിളിക്കുന്നു. ഓ ഷിറ്റ്, ഈ അമ്മ. അനന്തേട്ടാ, എന്താ? അത് അനന്തേട്ടൻ ബിസിയാണോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്താ പറയാനുള്ള? ഏട്ടാ, എത്ര നേരമായി ഇതുവരെ മാറ്റി കഴിഞ്ഞില്ലേ? ഇതെന്താ നന്ദുട്ടി, ഇങ്ങനെയാണോ ഒരാൾക്കാർ സംസാരിക്കുമ്പോ കയറി വരുന്നത്? കോമൺ സെൻസ് ഇല്ലേ തനിക്ക്? ചേച്ചി സോറി, നിങ്ങള് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. നീ എങ്ങോട്ടടി? ഇവിടുന്ന് ഒരു അടി അനങ്ങിയാലുണ്ടല്ലോ, ഇവളെ മാനേഴ്സ് പഠിപ്പിക്കാൻ നീ ആരാ? ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. ഇവൾക്ക് ഇങ്ങോട്ട് വരാൻ ആരുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. എനിക്ക് അനന്തേട്ടനോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. അങ്ങനെ ഇവൾക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും എന്നോട് പറയണമെന്നില്ല. സോറി അനന്തേട്ടാ. അത് എന്നോടല്ല പറയേണ്ടത്. നന്ദുട്ടി സോറി, തനിക്ക് വിഷമാവുന്ന ഞാൻ കരുതിയില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി വേണമായിരുന്നു. സോ യു ക്യാൻ ലീവ് നൗ. എന്തിനായിട്ടാ ചേച്ചിയോട് അങ്ങനെയൊക്കെ പെരുമാറി? അവള് നിന്നോട് പെരുമാറിയതോ? ചേച്ചി അറിയാതെയല്ലേ? എന്തറിയാതെ? നിന്നോട് ഷൗട്ട് ചെയ്യാൻ അവൾക്ക് എന്താ അധികാരം? വാവേ, കണ്ണടച്ച ആരും വിശ്വസിക്കരുത്. നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ല എല്ലാവരും. ഈ ഏട്ടൻ ഇതെന്തൊക്കെയാ പറയുന്നേ? ചേച്ചി പാവമല്ലേ? കണ്ടറിയാം. നമ്മൾ എന്തിനാ അനാവശ്യം മറ്റൊരാളെ കുറിച്ച് സംസാരിക്കുന്നത്? നമുക്ക് ഒരുപാട് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനില്ലേ? കള്ളവാദ്യരെ പൊക്കും അങ്ങോട്ട്. എന്തായടി, അവനോട് വല്ലതും സംസാരിച്ചോ? എവിടുന്ന്? അപ്പത്തിന് ആ ഗൗരിനന്ദ കയറി വന്നില്ലേ? അമ്മേ, എനിക്ക് തോന്നുന്നില്ല അവര് സഹോദരങ്ങളെ പോലെയാണെന്ന്. നിനക്കതൊക്കെ ചുമ്മാ തോന്നുന്നതാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എടുത്തു ചാടിയപ്പോ ഒന്നും ചെയ്യണ്ട, ഒക്കെ പതിയെ മതി. ഇതെവിടേക്കാ പോകുന്നേ? ഒന്ന് പറയുന്നേ. അവിടെ എത്തുമ്പോ അറിയാം. അല്ല, വീട്ടിൽ നിന്ന് എല്ലാവരും നമ്മളെ തിരക്കില്ലേ? ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിന്നെയും കൊണ്ട് ഒരിടം വരെ പോവുകയാണെന്ന്. രേവം എന്നിട്ട് സമ്മതിച്ചോ? സമ്മതിക്കാതിരിക്കാൻ എന്താ? ഞാൻ എന്റെ ഭാര്യയും കൊണ്ടല്ലേ പോകുന്നേ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയും പോയില്ലല്ലോ, അതുകൊണ്ട് പോയിട്ട് വരാനാ അമ്മ പറഞ്ഞ്. എന്നാലും എവിടേക്കാന്ന് പറയില്ല അല്ലേ? ഇപ്പൊ എത്തും. വാ, ഇറങ്ങ. ഇഷ്ടായോ? ഇഷ്ടാവാതെ എന്ത് ഭംഗിയോ ഇവിടൊക്കെ കാണാൻ. അല്ല, ഇത് ആരുടെ വീടായിട്ടാ? നമ്മുടെ വീട്. നമ്മുടെ വീടോ? അച്ഛൻ വാങ്ങിയിട്ടതാ ഈ സ്ഥലം പുരവിടം ഒക്കെ. ചെറുപ്പത്തില് എന്നെ കൊണ്ട് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടേക്ക് വരുമ്പോ തന്നെ ഒരു സമാധാന. അച്ഛനകത്തുള്ള കുറെ ഓർമ്മകളുണ്ട് ഇവിടെ. ഇല്ല പെണ്ണെ, അച്ഛൻ പോയിട്ടും ഞാൻ വരാറുണ്ട് ഇങ്ങോട്ട്. ഒന്ന് മനസമാധാനമായിട്ട് ഒന്നിരിക്കണമെന്ന് തോന്നിയ. പിന്നെ ഇപ്പോ എനിക്ക് സമാധാനത്തിലിരിക്കാൻ കൂട്ടിന് എന്റെ പെണ്ണും കൂടി ഉണ്ടല്ലോ. അപ്പൊ നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് കരുതി. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് നിന്നെ കൊണ്ടുവന്നെ. ഓഹോ, അത് ശരി. അപ്പൊ വാദ്യാര് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലേ? നീ വിചാരിക്കാത്ത പലതും നിന്റെ വാദ്യാർക്കുണ്ടടി. ഇനി വേണം അതൊക്കെ തുറന്നു വിടാൻ. ഈ വാദ്യാരാള് ശരിയല്ല. നിനക്ക് ശരിക്കും ഇവിടെ ഇഷ്ടായോ? പിന്നല്ലാതെ ഒത്തിരി ഒത്തിരി ഇഷ്ടായി. എന്ത് ഭംഗി ഇവിടെ കാണാൻ. ഇവിടെ നിൽക്കുമ്പോ തന്നെ ഒരു ഗുഡ് ഫീലിംഗ്, മനസ്സിനൊക്കെ ഒരു കുളിര് പോലെ. എങ്കില് നമുക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്താലോ? ശരിക്കും പറഞ്ഞതാണോ? അതേന്നെ. പക്ഷേ ഡ്രസ്സൊന്നും നമ്മൾ എടുത്തിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? അതൊക്കെ കാറിന്റെ ഡിക്കിയിലുണ്ട്. ഇന്നലെ ഞാനതൊക്കെ എടുത്തു വെച്ചിരുന്നു. ഓഹോ, അത് ശരി. അപ്പൊ എന്റെ വാദ്യാര് ഫുള്ള് പ്ലാനിങ് ആണല്ലേ? അതേലോ. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാതെ എന്റെ ഈ വാദ്യാര കള്ളത്തരങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു.
എങ്കി വാ അകത്തേക്ക് പോ. നിനക്ക് വിശക്കുന്നില്ലേ? അയ്യോ നല്ലോണം വിശക്കുന്നുണ്ട്. എങ്കിലും നീ പോയി ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വാ, ഞാൻ വല്ലതും കഴിക്കാനുണ്ടാക്കാം. ശരി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇപ്പൊ എനിക്കുണ്ടല്ലോ നമ്മുടെ ഹൃദയമൂതില് കല്യാണി പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നു. അതേത് ഡയലോഗ്? നന്ദിയുണ്ട് ദൈവമേ, ഇതിനെ മറ്റാർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ തന്നതിന്. സത്യമായിട്ടും അടിപൊളിയായിട്ടുണ്ട്. എന്താ ടേസ്റ്റ്! അമ്മി രൂപമൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ്. ഇതിൽ എന്ത് ഇൻഗ്രീഡിയൻസാ സ്പെഷ്യലായിട്ട് ചേർത്ത്? സ്പെഷ്യലായിട്ട് എന്റെ പ്രണയം. വാ നമുക്ക് പുറത്തു പോയിരിക്കാം. നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്താ? നമുക്ക് റൂമിൽ പോവാം. എന്താ നന്ദുട്ടി? അത് എനിക്ക് ഉറക്കം വരുന്നു, കിടക്കാം. നന്ദുട്ടി എന്താടാ, എന്താ പറ്റി പെട്ടെന്ന്? ഏട്ടാ പ്ലീസ് ദയവ് ചെയ്തെന്നെ തൊടാതിരിക്കോ. നന്ദുട്ടി ഞാൻ പ്ലീസ് എന്നെ തൊടരുത്. നന്ദുട്ടി ഞാൻ സോറി, ഞാൻ തൊടുന്നതാണ് എന്റെ പ്രശ്നം. അതാണ് നീ. സോറി മോളെ, ഞാൻ തൊടുന്നത് നിനക്ക് ഇഷ്ടമാണെന്ന് ഞാൻ. സോറി ഏട്ടൻ അറിയാതെ. ഇനി അങ്ങനെ ചെയ്യില്ല ഞാൻ. സോറിയുടെ നന്ദുട്ടി, നിനക്ക് ഞാൻ തൊടുന്നത് ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാ മോളെ, നീ ക്ഷമിക്ക്. ഏട്ടാ പ്ലീസ് ഇങ്ങനൊന്നും പറയല്ലേ. ഏട്ടൻ തൊടുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെന്താ മോളിങ്ങനെ പറഞ്ഞ? എനിക്ക് പെട്ടെന്ന് എന്തൊക്കെ തോന്നിയത് കൊണ്ടാ ഞാൻ. എന്താ തോന്നി മോൾക്ക്? അതെനിക്ക് പറയാൻ അറിയില്ല. എന്താടാ പറ. എന്റെ മോൾക്ക് ഏട്ടൻ തൊട്ടപ്പോ വെറുപ്പ് വല്ലതും തോന്നിയോ? പ്ലീസ് ഏട്ടാ അങ്ങനെ പറയല്ല. എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നില്ല. പിന്നെന്താ? എനിക്ക് എന്തൊക്കെ തോന്നുക ഏട്ടാ. ഇതുവരെ തോന്നാത്ത എന്തൊക്കെയോ. ഇതുവരെ തോന്നാത്തതോ? ഏട്ടനൊന്നും മനസ്സിലാവുന്നില്ല. എന്താ എന്റെ മോള് പറയുന്നേ? അത് ഏട്ടനിന്റെ അടുത്ത് വരുമ്പോ എനിക്ക് എന്തോ പോലെ. എന്താ? എനിക്ക് ചീത്തതെന്തൊക്കെയോ തോന്നുക. എന്റെ ശരീരമൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ എന്തൊക്കെയോ. എനിക്ക് പറഞ്ഞു തരാൻ അറിയുന്നില്ല. നന്ദുട്ടി, do you feel like sex? Something like that. ഇങ്ങനെ നോക്കല്ലേട്ടാ പ്ലീസ്. ഓക്കെ ഫൈൻ. മോളോട് ഏട്ടാ ഒരു കാര്യം ചോദിച്ചാ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. മോക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഫീൽ ആവുന്നത്? ഇപ്പോ നേരത്തെ നമ്മള് അത്രയും ക്ലോസ് ആയി നിന്നപ്പോഴാണോ ഫീൽ ചെയ്തേ? വാവയ്ക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ? നിങ്ങള് ഫ്രണ്ട്സ് ഒന്നും ഇതിനെ കുറിച്ച് സംസാരിക്കാറില്ലേ? വാവേ, ചാരു ദിവസം ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തോണ്ട് ഞാൻ മുഴുവനും കേട്ടില്ല. അപ്പോ എന്റെ ഭാവിക്ക് ഒന്നും അറിയില്ലെന്നർത്ഥം. അയ്യേ, സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല.
സത്യം പറഞ്ഞ എന്റെ ഭാവിക്ക് ഇതൊന്നും അറിയാത്തതിന്റെ കാരണം ഞാനല്ലേ. ഉം, അതെങ്ങനെ ഏട്ടനാവുന്നേ? നിന്നെ ഞാനെപ്പോഴും ഇങ്ങനെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കാറല്ലേ. അപ്പൊ നിനക്ക് തന്നെ നീ വളർന്ന കാര്യം മനസ്സിലായിട്ടില്ല. ഏട്ടാ, ഗൗരി, നന്ദേട്ടാ, ഇങ്ങനെ നോക്കണ്ട, എന്തെങ്കിലും വിളിക്കണ്ട. ഇതൊക്കെ ഹസ്ബൻഡ് വൈഫിനിടയിൽ നടക്കുന്ന കാര്യങ്ങളാവേ. എനിക്ക് എനിക്ക് പേടിയാ. പേടിയോ? നല്ല നല്ല പെയിൻ ഉണ്ടാവും. ജീവൻ പോകുന്ന പോലെ തോന്നും. എനിക്ക് വേണ്ട, പേടിയായിട്ടാ. അയ്യ ഗൗരി, കരയാതെ. എന്റെ കുഞ്ഞിനോട് ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന്? ചാരുവാണോ? നിഷി പറഞ്ഞതാ. അവളുടെ ചേച്ചി കൂട്ടുകാരോട് പറഞ്ഞതാണ് പോലും. ആ ചേച്ചിയുടെ സമ്മതം ചോദിക്കാതെ ഉപദ്രവിക്കുമെന്ന്. അപ്പൊ ജീവൻ പോകുന്ന പോലെ തോന്നുന്നു. അതുപോലെ ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചോ? ഇല്ല, പക്ഷെ എനിക്കിതൊന്നും അറിയില്ല ഏട്ടാ. നന്ദുട്ടി, എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. അയാൾ ആ കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടി പാരന്റ്സിനോട് പറയണം. നമ്മളൊരു പാർട്ട്നേഴ്സ് ആവുമ്പോ എല്ലാം ഒരുപോലെ ഷെയർ ചെയ്യണം. അതിൽപ്പെട്ടത് തന്നെയാണ് ഇതും. ഒരാൾക്ക് ഇഷ്ടമില്ലാതെ അയാൾക്ക് അനുവാദമില്ലാതെ തമ്മിലുള്ള ഫിസിക്കൽ, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. നമ്മളെല്ലാം പങ്കുവെക്കുമ്പോ മനസ്സും ശരീരവും ഒരുപോലെ വേണ്ടേ പങ്കുവെക്കുക? അത് പരസ്പരം ഇഷ്ടത്തോടെ നൽകേണ്ടതാണ്. എന്റെ നന്ദൂട്ടിനെ ഒരിക്കലും ഞാൻ അതുപോലെ ഫോഴ്സ് ചെയ്യില്ല. പക്ഷെ എനിക്കൊന്നും അറിയില്ല ഏട്ടാ. എന്റെ നന്ദൂട്ടിക്ക് അറിയില്ലെങ്കിൽ എന്താ, എനിക്കറിയില്ലേ? ഞാൻ പറഞ്ഞു തരാമല്ലോ. നമ്മളൊരു പാഠം ഒറ്റയടിക്ക് ഇരുന്ന് വായിക്കില്ലല്ലോ. പതിയെ പതിയെ അത് വായിച്ച് മനസ്സിലാക്കല്ലോ ചെയ്യാ. ഇവിടെയും അതേപോലെ നിന്റെ വാദ്യാര നിനക്കെല്ലാം പറഞ്ഞു തരാം. നമുക്ക് പതിയെ പതിയെ എല്ലാം പഠിക്കാമേ. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? ഇതൊക്കെ ഏട്ടൻ ആഗ്രഹിക്കുന്നില്ലേ? എന്ന് കരുതി നിന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ച അതിൽ സന്തോഷം ഉണ്ടാവോ? ഞാൻ പറഞ്ഞില്ല നന്ദൂട്ടി, ഇത് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടം തോന്നി ചെയ്യേണ്ട കാര്യമാ. എന്റെ നന്ദൂട്ടി വിഷമിക്കേണ്ട, ഏട്ടനെല്ലാം പറഞ്ഞു തരാമേ. ഇപ്പൊ നമുക്ക് കിടക്കാം. ഗൗരി, ഏട്ടൻ ഹെൽപ്പ് ചെയ്യട്ടെ. അതെന്ന് ഗൗരി, കൈയെടുക്ക്. ഗൗരി, കൈയെടുക്ക്. എന്നാലല്ലേ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. ഗൗരി, how do you feel this? എന്തൊരൊച്ചയായിരുന്നടി. I love you, ഗൗരി. നന്ദേട്ടൻ ഇതുപോലെ ഞാനിങ്ങനെ മയക്കാതെ നിൽക്കുന്ന വേയാമ്പലിനെ പോലെ നിന്നോളാം. ഏട്ടാ, എനിക്ക് സോറി. മിണ്ടാതെ കിടക്കന്റെ പെണ്ണെ, മനുഷ്യനെ ഒരുവിധം കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന. ആദ്യം തന്നെ സോറി. സ്റ്റോറേജിൽ ചെറിയൊരു ഇഷ്യൂ, അത് കാരണമാണ് ഇങ്ങനെ പാർട്ടാക്കി ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ആർമിക്കുട്ടി ഉണ്ട്, ആളുടെ പേര് നക്ഷത്ര എന്നാണ്. നമ്മുടെ ഗൗരിയെ കൊണ്ട് ഒരു ഹായ് കൊടുപ്പിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. ഹായ് നക്ഷത്ര. അപ്പൊ ഫൈനൽ പാർട്ടായിട്ട് പെട്ടെന്ന് വരാം.